प्रिय छात्रों, आप सबका स्वागत है। आज हम 11वीं कक्षा की हिंदी पाठ्य पुस्तक की तीसरे यूनिट का 14 पाठ का अध्ययन करने जा रहे हैं। पाठ का नाम है दुख। दुख का अर्थ है दुखम। एक कहानी है। कहानीकार का नाम है यशपाल। पाठ का नाम है दुख। कहानी है या इसका प्रोक्ति है कहानी और कहानीकार का नाम है यशपाल। देखिए यशपाल के बारे में। यशपाल जन्म 3 दिसंबर 1903 फिरोजपुर छावनी पंजाब। उनका जन्म 3 दिसंबर 1903 को पंजाब के फिरोजपुर छावनी में हुआ। उनकी मृत्यु 26 दिसंबर 1976 में हुई। അദ്ദേഹം ജനിച്ചത് 1903 ഡിസംബർ 3 പഞ്ചാബിലെ ഫിറോസ്പൂർ ഛാവനിയിലാണ്. അദ്ദേഹത്തിൻ്റെ മരണം 1976 ഡിസംബർ 26 പ്രമുഖ രചനായും അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ ഉപന്യാസ്, അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഝൂഠാ സച്ച്, ദിവ്യ, ദേശദ്രോഹി, ദാദാ കാമ്രേഡ്, മനുഷ്യ കെ രൂപ്, മേരി തേരി ഉസ്കി ബാത്, അമിത. കഹാനി സംഗ്രഹ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങൾ പിഞ്ചരേക്ക് ഉഡാൻ, ഫൂലോം കാ കുർത്ത, ധർമ്മയുദ്ധ്, സച്ച് ബോൽനെ കി ഭൂൽ. സംസ്മരൺ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് സേവാഗ്രാം കെ ദർശൻ. ആത്മകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സിംഹാവലോകൻ. പുരസ്കാർ പത്മഭൂഷൺ, സാഹിത്യ അക്കാദമി പുരസ്കാർ, ദേവ പുരസ്കാർ, सोवियत लैंड नेहरू पुरस्कार आदि से वे सम्मानित हैं. വിശേഷതായും അദ്ദേഹത്തിൻ്റെ രചനകളിലെ സവിശേഷതകൾ ഹിന്ദി കെ ശീർഷസ്ഥ കഹാനികാരോ മീം സെ ഏക്, ഹിന്ദിയിലെ പ്രമുഖ കഥാകൃത്തുക്കളിൽ ഒരാൾ. ക്രാന്തികാരി രചനാകാർ, വിപ്ലവകാരിയായ ഒരു രചനാകാരാണ്. സ്ത്രീ പുരുഷ സംബന്ധോങ്കി ഉന്മുക്ത ചർച്ച, സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയും. കഹാനിയോങ്ക കലാത്മക ശില്പ്, കഥകളിൽ കലാപരമായ സൃഷ്ടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേൻ അദ്ദേഹത്തിൻ്റെ സംഭാവന, സാമാജിക കുരീതിയാം, സമൂഹത്തിലെ തിന്മകൾ, ശോഷൺ ചൂഷണം, അവർ അന്ധവിശ്വാസ് കെ ഖിലാഫ്, അന്ധവിശ്വാസങ്ങൾ ഇവയ്ക്കൊക്കെ എതിരായിട്ട് സമാജിക്കോ സചേത് കർണ, സമൂഹത്തിനെ ജാഗരൂകരാക്കുക. ഇതായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സംഭാവന. അതായത് സാമൂഹിക തിന്മകളെയും ചൂഷണവും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് സമൂഹത്തെ ജാഗരൂകരാക്കുക എന്ന രീതിയിൽ രചന നടത്തിയ വ്യക്തിയാണ് യശ്പാൽ. देखिए, स्वतंत्रता संग्राम के सशक्त सेनानी यशपाल പ്രഗതിവാദി സാഹിത്യകാർ हैं. സ്വാതന്ത്ര്യ സമരങ്ങളിലെ ശക്തനായ സേനാനിയായിരുന്ന യശ്പാൽ പുരോഗമന സാഹിത്യകാരനാണ്. ഉൻകാ സാഹിത്യ അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങൾ സമാജിക്കെ സർവഹാര വർഗക്ക്, സമൂഹത്തിലെ താഴേക്കിടയിലുള്ള നിമ്നവർഗക്ക് ശോഷിത സിന്ദഗി കാ ദസ്താവേസ് ഹെ, ചൂഷണം ചെയ്യപ്പെടുന്ന ജീവിതങ്ങളുടെ പ്രമാണങ്ങളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ അവരെ ചൂഷണം ചെയ്യപ്പെടുന്ന ജീവിതങ്ങളെക്കുറിച്ചാണ്. ഏക് ഗരീബ് പരിവാർ കെ മാധ്യം സെ, ഒരു ദരിദ്ര കുടുംബത്തിലൂടെ ജനസാധാരണ സാധാരണ ജനങ്ങളുടെ ആർത്തിക സാമ്പത്തികവും സാമൂഹികവും മാനസിക ദ്വന്ദ്ക്കോ ഉഭാർക്കർ, മാനസികവുമായ കാര്യങ്ങളെ എടുത്തിട്ട് വ്യംഗ്യപൂർണ്ണ ടങ്കസെ, വളരെ ഹാസ്യപരമായിട്ട് ഉസേ സുൽച്ചാനേക്ക്, അതിനെ പരിഹരിക്കുവാനുള്ള യശ്പാൽ കി കല, യശ്പാലിൻ്റെ ഒരു കല ദുഃഖ് കഹാനി മെഹെ, ദുഃഖ് എന്ന് പറയുന്ന കഥയിലുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, ദുഃഖ് എന്ന് പറയുന്ന കഥയിലൂടെ നമുക്ക് യശ്പാലിൻ്റെ ഏത് കഴിവ് മനസ്സിലാക്കാൻ സാധിക്കും? അതായത് സാധാരണ ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ കാര്യങ്ങളെ എങ്ങനെ ഹാസ്യപരമായിട്ട് പരിഹരിക്കാൻ പറ്റും, പ്രശ്നങ്ങളെ ഹാസ്യപരമായിട്ട് പരിഹരിക്കാൻ പറ്റും എന്ന യശ്പാലിൻ്റെ ഒരു കഴിവ് നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, देखिए दुख कहानी. ओके, देखिए दुख कहानी, जिसे मनुष्य സർവോപേക്ഷ അപ്ന സമജ് ഭരോസ രഖത ഹെ, എപ്പോഴാണോ മനുഷ്യൻ എല്ലായ്പ്പോഴും തങ്ങളെ മനസ്സിലാക്കി വിശ്വാസത്തിലെടുക്കുന്നത്,
ആരെയാണോ വിശ്വാസത്തിലെടുക്കുന്നത്, ജബ് ഉസീസെ എപ്പോഴാണോ അവനിൽ നിന്നും അപമാൻ അവർ തിരസ്കാർ പ്രാപ്ത് ഹോത്തോ, അപമാനവും എതിർപ്പുമൊക്കെ ലഭിക്കുക, മൻ വിതൃഷ്ണാസെ ഭർജാത്ത ഹെ, മനസ്സ് വിരക്തി കൊണ്ട് നിറയും, വിഷമം കൊണ്ട് നിറയും, ദുഃഖം കൊണ്ട് നിറയും. ഏക്ദം മർ ജാനേക്ക് ഇച്ഛ ഹോനെ ലഗ്തി ഹെ, ചിലപ്പോൾ നമുക്ക് മരിക്കുവാൻ പോലും ആഗ്രഹം തോന്നിപ്പോകും. ഇസേ ശബ്ദോമേ ബതാ സക്ന സംഭവ് നഹീം, ഇത് വാക്കുകളിലൂടെ പറയുക സാധ്യമല്ല. അതായത് നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരാൾക്ക് ഒരുപാട് മനസ്സിലാക്കിയ ഒരു വ്യക്തി തിരിച്ച് നമ്മൾക്ക് അപമാനം തരികയും നമ്മളെ എതിർക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖമുണ്ടാകുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് മരിക്കാൻ വരെ തോന്നുമെന്ന് പറയുന്നു. ദിലീപിനെ ഹേമക്കോ പൂർണ്ണ സ്വതന്ത്രത ദീ ഥി, ദിലീപ് ഹേമയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. देखिए इस कहानी का मुख्य दो पात्र है, दिलीप और हेमा. ദിലീപ് की पत्नी है हेमा. ദിലീപ് ഹേമയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഉസ്കാ കിത്തന ആദർ കർത്താത, അവൻ അവളെ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. കിത്തനി ആന്തരികദാസെ, എത്രയോ ഉള്ളിൽ നിന്നാണ് ഉസ്കെ പ്രതി അനുരക്തത, അവളോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. ബഹുത്ത് സേ ലോഗ്, ഒരുപാട് ആൾക്കാർ ഉസേ, അതിനെ അതി കഹേങ്കെ, ഇത് കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു. ഇസ്പർ ഭി, എന്നിട്ടും ജബ് വഹ് ഹേമാക്കോ, എപ്പോഴാണോ വഹ് ഹേമാക്കോ സന്തുഷ്ട കർസക, അവന് ഹേമയെ സന്തോഷിപ്പിക്കാൻ കഴിയാതിരുന്നത്. അവർ ഹേമ കേവൽ ദിലീപ് കെ, എന്ന് വെച്ചാൽ ഹേമ കേവലം ദിലീപിൻ്റെ ഉസ്കി സഹേലി കെ സാത്ത് സിനിമ ദേക്കാനെ കെ കാരൻ, ദിലീപ് തൻ്റെ കൂട്ടുകാരിയോടൊപ്പം സിനിമ കാണാൻ പോയി എന്ന കാരണത്താൽ, രാത് ഭർ രൂഢി രഹക്കർ, രാത്രി മുഴുവൻ പിണങ്ങിയിട്ട് അല്ലെ കോപിച്ചിട്ട്, സുബഹ് ഉടുത്തേഹി, രാവിലെ എഴുന്നേറ്റ്, മാംഗെ ഘർ ചലി ഗേ, അമ്മയുടെ വീട്ടിലേക്ക് പോയി. തബ് ദിലീപ് കെ മൻമേങ് ക്ഷോഭ ക അന്ത് ന രഹ, അപ്പോൾ മുതൽ ദിലീപിൻ്റെ മനസ്സിലെ ആ ക്ഷോഭം അവസാനിച്ചിട്ടില്ല. അതായത് ദിലീപ് ഭാര്യയായ ഹേമയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ ദിലീപ് തൻ്റെ കൂട്ടുകാരിയോടൊപ്പം സിനിമയ്ക്ക് പോയി എന്ന ഒറ്റ കാരണത്താൽ ഹേമ ദേഷ്യപ്പെടുകയും പിറ്റേന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇത് ദിലീപിനെ ഒരുപാട് വിഷമിപ്പിച്ചു. സിതംബർ ക അന്തിമ സപ്താഹ് ഥ, സെപ്റ്റംബർ മാസത്തിലെ അവസാന ആഴ്ചയായിരുന്നു. വർഷാ കി ഋതു ബീത്ത് ജാനെ പർ ഭി, അതായത് വർഷകാലം കഴിഞ്ഞിട്ടും, ദിൻ ഭർ, ദിവസം മുഴുവനും, പാനി ബർസത്ത രഹ, മഴ പെയ്തുകൊണ്ടേയിരുന്നു. ദിലീപ് ബൈഠ കി കിട്കി ഔർ ദർവാസോം പർ പർദേ ഡാലെ ബൈഠാ ഥാ, ദിലീപ് ഹാളിൽ കിട്കി ഔർ ദർവാസോം പർ, ജനലിലും വാതിലിലും, പർദേ ഡാലെ, കർട്ടൻ എടുത്തിട്ട്, ബൈഠാ ഥാ, കർട്ടൻ നീക്കി ഇരിക്കുകയായിരുന്നു. വിതൃഷ്ണ ഔർ ഗ്ലാനിമേം, അതായത് വിരക്തി കാരണവും ദുഃഖം കാരണവും, സമയ സ്വയം യാതന ബൻ ജാത്താ ഹെ, സമയം സ്വയം യാതന ഉണ്ടാക്കുന്നതായിട്ട് അവന് തോന്നി. ദുഃഖം കാരണം അവന് സമയം കഴിച്ചു കൂട്ടുന്നില്ല, അല്ലെങ്കിൽ സമയം മുന്നോട്ട് പോകുന്നില്ല. ഏക്ക് മിനിറ്റ് ഗുസർന മുഷ്കിൽ ഹോ ജാത്താ ഹെ, ഓരോ മിനിറ്റും കടന്നു പോവുക അവനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായി. സമയക്കോ ബീത്തുത്ത ന ദേക്ക്, സമയം മുന്നോട്ട് പോകുന്നില്ല, സമയത്തെ മറികടക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ട് ദിലീപ് ഖീഞ്ച് കർ സോ ജാനേക്ക യത്ന കർണേ ലഗ, ദിലീപ് കോപത്തോടെ സോ ജാനേക്ക യത്ന കർണേ ലഗ, ഉറങ്ങുവാനായിട്ടൊരു പ്രയത്നം നടത്തി. ഈ സമയത്ത് ജീനെ പർസെ, അതായത് ജീനെ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പുകളാണ്, സ്റ്റെപ്പ് കയറി ചോട്ടെ ഭായിക്ക് ദംദംഘർ, സ്റ്റെപ്പ് കയറി വരുന്ന ഇളയ സഹോദരൻ്റെ ശബ്ദം, ഉദർത്തെ ചലെ ആനേക്ക ശബ്ദ സുനായി ദിയ, ദംദംഘർ ഉദർത്തെ ചലെ ആനേക്ക ശബ്ദ സുനായി ദിയ, ആ സ്റ്റെപ്പ് കയറി വരുന്ന ദംദം ശബ്ദം കേട്ടു. അൽസായി ഹുയി ആങ്ക് കോ ആദാ ഖോൽ ഉസ്നെ ദർവാസെ കി ഓർ ദേക്ക, അലസതയോടെ അവൻ കണ്ണുകൾ പകുതി തുറന്ന്, ഉസ്നെ ദർവാസേക്ക് ഓർ ദേക്ക, അവൻ ആ വാതിൽക്കിലേക്ക് നോക്കി. അപ്പോൾ ഹാളിൽ കിടക്കുകയാണ്, വളരെ ദുഃഖത്തോടെ കിടക്കുകയാണ്, സമയം കടന്നു പോകുന്നില്ല, അതുകൊണ്ട് ഉറങ്ങാനൊക്കെ ശ്രമിച്ചു. ഈ സമയത്താണ് പടി കയറി ഇളയ സഹോദരൻ വന്നത്.
ചോട്ടെ ബായിനെ പർദ്ദേക്കോ ഹടാക്കർ പൂച്ച. ആ ഇളയ സഹോദരൻ കർട്ടൻ മാറ്റിയിട്ട് ചോദിച്ചു, ഭായിജി ആപ്കോ കഹീം ജാനാ ന ഹോ തോ മൈ മോട്ടോർ സൈക്കിൾ ലേ ജാവും. അല്ലയോ സഹോദര, താങ്കൾക്ക് എങ്ങും പോകാനില്ല എന്നുണ്ടെങ്കിൽ താങ്കളുടെ ബൈക്ക് ഞാൻ എടുത്തോട്ടെ, സ്കൂട്ടർ ഞാൻ എടുത്തോട്ടെ, മോട്ടോർ സൈക്കിൾ ഞാൻ എടുത്തോട്ടെ, കൊണ്ടുപോയിക്കോട്ടെ. ഇസ് വിഘ്നസെ ശീഘ്ര ചുട്കാര പാനെ കെ ലിയെ, ഈ ഒരു തടസ്സം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ തടസ്സത്തിൽ നിന്നും മോചിതനാവാൻ വേണ്ടി ദിലീപിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഇളയ സഹോദരൻ തനിക്കൊരു തടസ്സമാണ്. താൻ ദുഃഖിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു തടസ്സമായിട്ട് തോന്നി. അങ്ങനെ ആ ഒരു തടസ്സം പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ദിലീപിനെ ഹാത്ത് കെ ഇഷാരേസെ, ദിലീപ് കൈകൊണ്ട് കാണിച്ചുകൊണ്ട് ഇസെ ഇജാസത്തെ, അവനെ അനുവദിച്ചു, എടുത്തോ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ആംഗ്യേ ബന്ദ് കർലി, അങ്ങനെ കണ്ണുകൾ അടച്ചിരുന്നു. ദീവാർ പർ ടങ്കെ ക്ലോക്കിനെ, ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ക്ലോക്ക് കമരേക്കോ ഗുഞ്ചാത്തെ ഹുയെ, ആ റൂമിൽ മുഴങ്ങിക്കൊണ്ട് ചെഹ് ബജ് ജാനേക്ക് സൂചനാതി, 6 മണി ആയി എന്ന് സൂചിപ്പിച്ചു. ദിലീപ് കോ അനുഭവ ഹുവ, ദിലീപിന് അനുഭവം തോന്നി, അനുഭവിച്ചു അല്ലെ തോന്നി. ക്യാ വഹ് യോം ഹി കൈതുമേ പടാ രഹേഗ, എന്താ താൻ ജയിലിൽ കിടക്കുകയാണോ? ഉഡ്കർ കിഡ്കി കാ പർദ ഹടാക്കർ ദേക്ക, എഴുന്നേറ്റ് വാതിലിലെ കർട്ടൻ മാറ്റിയിട്ട് നോക്കി. ബാരിസ് ധം ഗെയ്തി, മഴ തീർന്നിരുന്നു, ശമിച്ചിരുന്നു. അബുസെ ദൂസര ഭയ ഹുവ, അപ്പോൾ അവന് മറ്റൊരു ഭയമുണ്ടായി. കോയി ആ ബൈട്ടേക, ആരെങ്കിലും വന്നിരിക്കും. അവർ അപ്രീ ചർച്ച ചലാതേക, എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോയതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അത് ആർക്ക് ഇഷ്ടമല്ല? ദിലീപിന് ഇഷ്ടമല്ല. സോ വഹ് ഉട, അതുകൊണ്ട് അവൻ എഴുന്നേറ്റു. ഭായിക്ക് സൈക്കിളിലെ, സഹോദരൻ്റെ സൈക്കിൾ എടുത്തു. ഗലിക്ക് കീജഡ്സെ ബജിത്താ ഹുവ, ഗലിയിലെ അഴുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. അവർ ഉസസെ അധികി, അതിനേക്കാട്ടിലും ഉപരി, ലോകോം കി നിഗാഹോംസെ, ആളുകളുടെ നോട്ടത്തിൽ നിന്നും, ചിബുത്താ ഹുവ, ഒളിഞ്ഞു പോകാൻ വേണ്ടി. വഹ് മോരി ദർവാസെ സെ ബാഹർ നികല, അവൻ മോരി ദർവാസയിൽ നിന്നും പുറത്തിറങ്ങി. ഷഹർ കി പുരാനി ഫസീൽ കെ ബാഗ് സെ ഹോത്താ ഹുവ മിൻഡോ പാർക്ക് ജാ പഹൂഞ്ച, നഗരത്തിലെ പഴയ പൂന്തോട്ടത്തിലൂടെ മിൻഡോ പാർക്ക് ജാ പഹൂഞ്ച, എവിടെ എത്തിച്ചേർന്നു? മിൻഡോ പാർക്കിലേക്ക് എത്തി. ഉസ് ലംബെ ചൗഡെ മൈതാൻമേം, ആ നീണ്ട വലിപ്പമുള്ള ആ മൈതാനത്ത്, പാനീസെ ഭരി കാസ് പർ, വെള്ളം കൊണ്ട് നിറഞ്ഞ ആ പുല്ലില്, പച്ചുവാക്കെ തേസ് ചോങ്കോമേം, അതായത് പടിഞ്ഞാറിൽ നിന്നും വീശുന്ന ആ കാറ്റിന്, ടിഡുർനെ കേലിയെ, വിറയ്ക്കുവാൻ വേണ്ടി, ഉസ് സമയം കോനാത്ത, ആ സമയത്ത് ആര് വരാനാ? അതായത് ഇദ്ദേഹം മറ്റുള്ളവർ കാണാതെ, ആരും കണ്ട എന്തെങ്കിലും തൻ്റെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമെന്ന് പേടിച്ച് എന്തു ചെയ്തു? വീട്ടിൽ നിന്നും മറ്റൊരു വഴിയിലൂടെ പുറത്തിറങ്ങി മിൻഡോ പാർക്കിലെത്തി. അപ്പോൾ ആ മിൻഡോ പാർക്കിൽ ഇപ്പം മഴ പെയ്ത് തോന്നിരിക്കുന്ന സമയമാണ്. പടിഞ്ഞാറൻ കാറ്റ് വളരെ വേഗത്തിൽ വീശുന്നുണ്ട്. ഈ സമയത്ത് ഈ കാറ്റിൽ വന്നിരുന്ന്, ഈ മഴ സമയത്ത് വന്നിരുന്ന് തണുപ്പ് കൊള്ളാൻ ആരാണ് ഈ സമയത്ത് ഈ പാർക്കിലേക്ക് വരിക എന്ന് പറയുകയാണ്. ഉസ് ഏകാന്തമേം, അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പാർക്കിൽ ഇപ്പോൾ ദിലീപ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഉസ് ഏകാന്തമേം, ആ ഒറ്റപ്പെടലിൽ ഒറ്റയ്ക്ക്. ഏക്ക് ബെഞ്ച് കെ സഹാരെ, ഒരു ബെഞ്ചിനെ ആശ്രയിച്ചുകൊണ്ട്, സൈക്കിൾ കടാക്കർ വഹ് ബൈഠ ഗയാ, സൈക്കിളിനെ ചാരി നിർത്തി അവൻ ഇരുന്നു. അതായത് ഒരു ബെഞ്ചിലേക്ക് സൈക്കിൾ ചാരി നിർത്തി അവൻ ആ ബെഞ്ചിലിരുന്നു. സിർ സെ ടൊപ്പി ഉദാർ ബെഞ്ച് പർ രഖ്തി, തലയിൽ നിന്നും തൊപ്പി ഊരി ബെഞ്ചിലേക്ക് വച്ചു. സിർമേൻ ടണ്ട് ലഗനേസെ മസ്തിഷ്ക് കി വ്യാകുലത കുച്ച് ഖം ഹുയി, തലയിൽ ആ തണുപ്പൊക്കെ ഒന്ന് അടിച്ചപ്പോഴേക്കും തലച്ചോറിൽ ആ ദുഃഖങ്ങളൊക്കെ കുറച്ചൊന്ന് ശമിച്ചു. ഖയാലായ, അവൻ്റെ മനസ്സിലേക്ക് കുറച്ച് ചിന്തകൾ വന്നു. എതി ടണ്ട് ലഗ് ജാനേസെ, അഥവാ ഈ തണുപ്പടിച്ച്, വഹ് ബീമാർ ഹോജായേ, അവന് രോഗം വന്ന്, ഉസ്കി ഹാലത്ത് കരാബ് ഹോജായേ, അവൻ്റെ അവസ്ഥ മോശമായി. തോ വഹ് ചുപ് ചാപ്പ്, അവൻ മിണ്ടാതെ, ഷഹീദ് കി തരഹ്, ഒരു രക്തസാക്ഷിയെ പോലെ, അപ്പനെ ദുഃഖക്കോ അകേലാഹി സഹേഗ, തൻ്റെ ദുഃഖത്തെ സ്വയം സഹിക്കും. അവൻ ചിന്തിക്കുകയാണ്, ഈ തണുപ്പടിച്ച് എനിക്ക് രോഗം വന്ന്, രോഗമൊക്കെ മൂർച്ഛിച്ച്, എൻ്റെ അവസ്ഥയൊക്കെ മോശമായി, ഞാനൊരു രക്തസാക്ഷിയെ പോലെ ഈ ദുഃഖത്തെ സ്വയം സഹിക്കും. കിസിക്കോ അപ്പനെ ദുഃഖ കാ ഭാഗ് ലേനെ കെ ലിയെ ന ബുലായേഗ,
ആരെയും തൻ്റെ ദുഃഖം പങ്കിടാൻ വേണ്ടി വിളിക്കില്ല. ജോസ് പർ വിശ്വാസ് നഹീം കർ സക്ത, ആർക്കാണോ തന്നിൽ വിശ്വാസം ഇല്ലാത്തത്, ഉസേ ക്യാ അധികാർ കി, അവൻ എന്ത് അധികാരമാണ്, ഉസ്കെ ദുഃഖ കാ ഭാഗ് ബാണ്ടനെ ആയേ, തൻ്റെ ദുഃഖം പങ്കിടാൻ വരാനായിട്ട്. അതായത് തൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തന്നെ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് താൻ പനി പിടിച്ച് മരിക്കാറായി കിടക്കുമ്പോൾ എൻ്റെ ദുഃഖം പങ്കിടാൻ വരാൻ അവക്കെന്ത് അവകാശമാണ്. ഏക് ദിൻ, ഒരു ദിവസം, മൃത്യു മരണം, ദബേ പാവ് ആയേഗി, തൻ്റെ കാൽക്കീഴിലേക്ക് വരും. അവർ ഉസ്കെ രോഗക്കെ കാരൻ, തൻ്റെ രോഗം കാരണം, ഹൃദയക്ക് വ്യത അവർ രോഗക്കോലെ, തൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖത്തെയും തൻ്റെ രോഗത്തെയും എടുത്തുകൊണ്ട്, ഉസ്കെ സിർ പർ സാന്ത്വനാക്ക ഹാത്ത് ധർ, തൻ്റെ തലയിൽ സമാധാനത്തിൻ്റെ കൈ പിടിച്ച്, ഉസേ ശാന്ത് കർ, എന്നെ ശാന്തമാക്കി സമാധാനിപ്പിച്ചുകൊണ്ട്, ചലി ജായകി, എന്നെ കൊണ്ടുപോകും. എൻ്റെ അർത്ഥം, ഒരിക്കലും മരണം എന്നെ വന്ന് വിളിച്ച് എൻ്റെ ദുഃഖമെല്ലാം ഇല്ലാതാക്കി എന്നെ സാന്ത്വനിപ്പിച്ച് എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകും. എൻ്റെ അർത്ഥം, ഞാൻ ഒരിക്കലും മരിക്കും. ഈ തണുപ്പത്ത് വന്നിരുന്ന് എനിക്ക് രോഗമുണ്ടായി, രോഗം മൂർച്ഛിച്ച് താൻ മരിക്കും. ഉസ് ദിൻ, ആ ദിവസം, ജോ ലോക് രോനെ ബൈഠേങ്കി, ആരൊക്കെയാണോ വന്ന് കരയാനിരിക്കുക, ഉന്മേ ഹേമാഭി ഹോഗി, അതിനകത്ത് ആരും കാണും, ഹേമയും കാണും. ദിലീപ് ചിന്തിക്കുകയാണ്, തനിക്ക് രോഗം വന്ന് താൻ മരിക്കുമ്പോൾ കരയാൻ ഒരു വശത്ത് തന്നിൽ നിന്ന് പിണങ്ങിപ്പോയ ഹേമയും കാണും. उस दिन उसे खोकर हेमा अपने नुकसान का अंदाजा कर अपने व्यवहार के लिए पछताएगी. उस दिन, ആ ദിവസം, ഉസേ കോക്കർ, തന്നെ നഷ്ടപ്പെട്ടിട്ട്, ഹേമ അപ്പനെ നുക്സാൻ കാ, തൻ്റെ നഷ്ടത്തെക്കുറിച്ച്, അന്താസ അനുമാനിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട്, അപ്പനെ വ്യവഹാർ കേലിയെ, തൻ്റെ പെരുമാറ്റത്തിൽ, പച്ചത്തായേകി പശ്ചാത്തപിക്കും. താൻ മരിച്ചു കിടക്കുമ്പോൾ തന്നെ മുന്നിൽ നിന്ന് കരയുന്ന ഹേമ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരിക്കൽ തന്നോട് ചെയ്ത ഈ ഒരു പെരുമാറ്റത്തിൽ പശ്ചാത്തപിച്ചേക്കും. യഹി ബദലാ ഹോഗ ദിലീപ് കെ ചുപ്ചാ സഹത്തേ ജാനേക്ക, ഈ ഒരു പകരം വീട്ടിലാകും ദിലീപ് മിണ്ടാതെ സഹിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. അതായത് അവരോട് നേരിട്ട് പോയൊന്നും സംസാരിക്കാതെ സ്വയം മരണത്തെ വരിച്ച് എന്താണ്, ഇതിനൊരു വലിയ പകരം വീട്ടിലായിരിക്കും ഇത് എന്ന് ആര് തീരുമാനിച്ചു? ദിലീപ് തീരുമാനിച്ചു. അതായത്, ഞാൻ ഈ തണുപ്പത്തിരുന്ന് രോഗം ബാധിച്ച് മരിച്ചു കഴിയുമ്പോൾ ഹേമയ്ക്ക് മനസ്സിലാകും താൻ ചെയ്തത് തെറ്റാണെന്ന്. അങ്ങനെ ഒരു പകരം വീട്ടിലായിരിക്കും ദിലീപ് ഇവിടെ ചിന്തിച്ചിരിക്കുക. നിശ്ചയിക്കർ, അങ്ങനെ തീരുമാനിച്ച്, ഉസ്നെ സന്തോഷക്കായ്ക്ക് ദീർഘനിശ്വാസ ലിയ, സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ദീർഘനിശ്വാസം എടുത്തു. കർവഡ് ബദൽ, അവൻ തൻ്റെ കിടപ്പൊന്ന് മാറ്റി, ടണ്ടി ഹവാ കാനെ കേലിയെ ബൈഠ് ഗയ, തണുത്ത കാറ്റ് കൊള്ളാൻ വേണ്ടി അവനൊന്ന് ഇരുന്നു. സമീപ് 3 फरलोंग पर मुख्य रेलवे लाइन से कितनी ही गाड़ियां गुजर चुकी थी. സമീപത്തൂടെ 3 ഫർലോങ് അകലെയായിട്ട്, മുഖ്യ റെയിൽവേ ലൈൻസെ, പ്രധാന റെയിൽവേ ലൈനിലൂടെ, കിത്തനി ഹി ഗാഡിയാം, എത്രയോ വാഹനങ്ങൾ, എത്രയോ തീവണ്ടികൾ, ഗുസർ ചുഗീതി, കടന്നു പോകുന്നുണ്ടായിരുന്നു. ഉദർ ദിലീപ് കാ ധ്യാൻ ന ഗയാത, പക്ഷേ അവിടേക്ക് ആരുടെ ശ്രദ്ധ പോയില്ലായിരുന്നു? ദിലീപിൻ്റെ ശ്രദ്ധ പോയില്ലായിരുന്നു. ഈ പാർക്കിന് 3 ഫർലോങ് അകലെയായിട്ട് പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ലൈൻ, പാളം പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ശ്രദ്ധ ആർക്ക് പോയില്ല? ദിലീപിന് പോയില്ല. अब जब ഫ്രോണ്ടിയർ മേൽ തൂഫാൻ വേഗ് സേ തീവ്ര കോലാഹൽ കർത്തി ഹുയി ഗുസരി തോ, അപ്പോൾ എപ്പോഴാണോ ഫ്രോണ്ടിയർ മേൽ തീവണ്ടിയുടെ പേരാണ് അത്, തൂഫാൻ വേഗ് സേ, വളരെ കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ, തീവ്ര കോലാഹൽ കർത്തി ഹുയി, വളരെയധികം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, ഗുസരീത്തോ കടന്നുപോയത്, ദിലീപിനെ ഉസ് ഓർ ദേക്ക, അപ്പോഴാണ് ദിലീപ് ആ വശത്തേക്ക് നോക്കിയത്. ലഗാതാർ ഫസ്റ്റ് അവർ സെക്കൻഡ് ഗേറ്റ് ഇബോംസേ, തുടർച്ചയായിട്ട് ഫസ്റ്റും സെക്കൻഡും ബോഗിയിൽ നിന്നും, നികൽനെ വാലെ തീവ്ര പ്രകാശസേ, പുറത്ത് വരുന്ന ആ തീവ്രമായ പ്രകാശത്തിൽ നിന്നും, വഹ സമച്ച് ഗയ, അവന് മനസ്സിലായി, ഫ്രോണ്ടിയർ മേൽ ജാ രഹി ഹേ, ഇത് ഫ്രോണ്ടിയർ മേലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 9:30 ബജ് ഗയേ, 9:30 മണിയായി. അപ്പോൾ 9:30 മണിയുടെ ട്രെയിനാണ് ഈ പോകുന്നത്, അതുകൊണ്ട് സമയം 9:30 മണിയായെന്ന് ആർക്ക് മനസ്സിലായി? ദിലീപിന് മനസ്സിലായി. സ്വയം വഹ് അന്യായിക്ക് പ്രതികാർക്കിക്ക് സംഭാവന ദേക്ക്, സ്വയം അവന് അന്യായത്തിന് എതിരെ പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ട്, ഉസ്കാ മൻ കുച്ച് ഹൽക്ക ഹോ ഗയാ, അവൻ്റെ മനസ്സിന് കുറച്ച് ഭാരം കുറഞ്ഞു, കുറച്ച് സമാധാനം ഉണ്ടായി. നേരത്തെ പറഞ്ഞുവല്ലോ, ഈ തണുപ്പത്തിരുന്ന് പനി പിടിച്ച് മരിക്കുമ്പോൾ
ഹേമയ്ക്ക് മനസ്സിലാകും തൻ്റെ തെറ്റെന്താന്ന്. അങ്ങനെയൊരു പ്രതികാരമാണ് താൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രതികാരത്തിൻ്റെ സാധ്യത കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് സമാധാനമുണ്ടായി. വഹ് ലൗഡിനെ കേലിയ ഉട, അവൻ മടങ്ങിപ്പോകാനായിട്ട് എഴുന്നേറ്റു. ശരീരമേ ശൈഥില്യക്ക് മാത്ര ബാക്കി രഹനേക്ക് കാരൻ, ശരീരത്ത് കുറച്ച് ക്ഷീണത്തിൻ്റെ അളവ് ബാക്കി രഹനേക്ക് കാരൻ, അവശേഷിച്ചിരിക്കുന്നത് കാരണം, സൈക്കിൾ പർ ഇന്ന ചട്, സൈക്കിളിൽ കയറാതെ, ന മീൻസ് നഹീം, സൈക്കിൾ ഇന്ന ചട് എന്ന് പറഞ്ഞാൽ നഹീം ചട്, അതായത് സൈക്കിളിൽ കയറാതെ, അപ്പോൾ പൈതൽ അവൻ നടന്ന് ബാഗോ ബാഗ് ബാദ്ഷാഹി മസ്ജിദ് സെ, ആ പൂന്തോട്ടത്തിലൂടെ ബാദ്ഷാഹ് മസ്ജിദിൽ നിന്നും ടക്സാലി ദർവാസ എത്തി. അവർ ടക്സാലി സെ ഫാട്ടി ദർവാസയെ പഹുഞ്ച, ടക്സാലിയിൽ നിന്നും ഫാട്ടി ദർവാസയിൽ എത്തിച്ചേർന്നു. മാർഗമേം, വഴിയിൽ ശായദ് ഒരുപക്ഷെ കോയി വ്യക്തി ദിഖായി ദിയാഹോ, ഒരു വ്യക്തിയെയും കണ്ടു കാണില്ല. സടക്ക് കിനാരെ സ്തബ്ദ് കടേ ബിജലി കെ ലാമ്പ്, സടക്ക് കിനാരെ റോഡിന്റെ സമീപത്ത് സ്തബ്ദ് കടേ സ്തബ്ധനായിട്ട് നിൽക്കുന്ന ബിജലി കെ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ലൈറ്റ്. ബിജലി എന്ന് പറഞ്ഞാൽ വൈദ്യുതി എന്നാണ്, ലാമ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്. അപ്പോൾ ബിജലി കെ ലാമ്പ് ഇലക്ട്രിക് ലൈറ്റ്. നിഷ്കാം അവർ നിർവികാര ഭാവസേ, നിഷ്കാം അതായത് ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരു വികാരവും ഇല്ലാത്ത ഭാവത്തോടെ, അപ്പന പ്രകാശ് സടക്ക് പർ ഡാലഹേദെ, തൻ്റെ പ്രകാശം റോഡിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു, പ്രകാശം ചുരിഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവിടെ അവിടുത്തെ കുറച്ച് വർണ്ണനയാണ്, അതായത് പ്രകൃതി വർണ്ണനയും അതിനോടൊപ്പം തന്നെ ആ റോഡിലെ കുറച്ച് വർണ്ണനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. മനുഷ്യോം കെ അഭാവ് കി കുച്ചുബി പർവാഹ് ന കർ, അതായത് മനുഷ്യരുടെ അഭാവത്തിൻ്റെ ഒരു ടെൻഷനും ഇല്ലാതെ, ലാക്കോ പതങ്കെ, ലക്ഷക്കണക്കിന് പതങ്കെ ശലഭങ്ങൾ, ചെറിയ ചെറിയ പ്രാണികൾ, ഗോലെ ബാന്ത് കർ, അതായത് വൃത്തമുണ്ടാക്കി, ഇൻ ലാംബോങ്കെ ചാരം ഓവർ, ഈ ലാമ്പിൻ്റെ ഈ ലൈറ്റിൻ്റെ 4 വശത്തുമായിട്ട് നൃത്യകർ രഹേദെ, നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ആ ബൾബിന് ചുറ്റും പ്രാണികൾ ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. സൗര ജഗത്ത് കെ ഇഹ അദ്ഭുത നമൂനേതേ, അതായത് നമ്മളുടെ സൗര ലോകത്തിൻ്റെ ഒരു വലിയ അത്ഭുതമായ ഒരു മാതൃക തന്നെയായിരുന്നു ഇത്. പ്രത്യേക പതങ്ക, ഓരോ പ്രാണികളും ഓരോ ശലഭങ്ങളും ഏക നക്ഷത്രക്കി ഭാന്തി, ഒരു നക്ഷത്രത്തിനെ പോലെ, അപ്പനെ മാർഗ് പർ, തങ്ങളുടെ മാർഗത്തിൽ, ചക്കർ കാട് രഹതി, ഓരോ വളയത്തെയും ഭേദിച്ചു കൊണ്ടേയിരുന്നു. ഓരോ പ്രാണികളും ഓരോ ശലഭങ്ങളും ഇങ്ങനെ വലയം ഭേദിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു. കൊയ് ചോട്ട, ചിലത് ചെറുത്, കൊയ് ബട, ചിലത് വലിയ ചക്രമാണ് അല്ലെങ്കിൽ വലിയ വൃത്തമാണ്. ദായര ബനാരഹാദ, വലയം ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ചെറുതും വലുതുമായ വലയങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരുന്നു. കൊയ് ദായെങ്കോ കൊയ് ബായെങ്കോ, കുറച്ച് വലതും കുറച്ച് ഇടത്തേക്കും, കൊയ് വിപരീത ഗതിയുമേയും, കുറച്ച് എതിർ ദിശയിലേക്കും, നിരന്തര ചക്രക്കാടത്തെ ചലേ ജരഹിത്, നിരന്തരമായിട്ട് വലയങ്ങൾ ഇങ്ങനെ ഭേദിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു. കൊയ് കിസീസെ ടകരാത്ത നഹീം, ആരും പരസ്പരം അല്ലെങ്കിൽ ആരോലും എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നില്ല. വൃക്ഷോങ്കെ ഭീകെ പത്തെ, വൃക്ഷങ്ങളുടെ നനഞ്ഞ ഇലകൾ, ബിജലിക്ക് പ്രകാശമേ ചമചമാരഹേദേ, ആ ബിജലിക്ക് പ്രകാശമേ, ആ വൈദ്യുതി ബൾബിൻ്റെ പ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഏക് ലാമ്പ് കെ നീച്ചേസെ, ഒരു ലാമ്പിൻ്റെ അടിയിൽ നിന്നും, ആകെ ബിടനേപ്പർ, മുന്നോട്ട് പോയപ്പോൾ, ഉസ്കി ചോട്ടി പർച്ചായി, അവൻ്റെ ചോട്ടി പർച്ചായി, ചെറിയ നിഴൽ, ഉസ്കെ ആകെ ഫലത്തി ചലത്തി, അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരുന്നു. നമുക്കറിയാം, നമ്മൾ രാത്രിയിലൊക്കെ നടന്നു പോകുമ്പോൾ ഇലക്ട്രിക് ലൈറ്റ് മേളിൽ കത്തി നിൽക്കുമ്പോൾ നമ്മളുടെ നിഴൽ നമ്മളുടെ മുന്നിൽ ചെറുതായിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ മുന്നോട്ട് വ്യാപിച്ചു പോകുന്നതായിട്ട് നമ്മൾക്ക് അറിയാം. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ജോ വഹ ലാമ്പ് സെ ആകെ ബെടുത്ത, എപ്പോഴൊക്കെയാണോ അവൻ ആ ലാമ്പിൽ നിന്ന് മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നത്, പർച്ചായി പലട്കർ പീച്ചെ ഹോ ജാത്തി, ഈ നിഴല് തിരിഞ്ഞ് പുറകിലേക്ക് പോയി. ബീച്ച് മേം, ഇടയ്ക്കിടയ്ക്ക്, വൃക്ഷോങ്കി ടഹനിയോങ്കി പർച്ചായി, വൃക്ഷങ്ങളുടെ ശിഖരങ്ങളുടെ നിഴൽ, ഉസ്കെ ഊപ്പർ സെ ഹോക്കർ നികൽ ജാത്തി, തൻ്റെ മുകളിലൂടെ വരുന്നുണ്ടായിരുന്നു. സടക്ക് പർ പട പ്രത്യേക ഭീക പത്ത, റോഡിൽ കിടന്ന ഓരോരോ നനഞ്ഞ ഇലകളും, ലാംബോങ്കി കിരണോങ്ക ഉത്തർ ദേരഹാദ, ഈ ലാമ്പിൻ്റെ
പ്രകാശത്തിന് ആൻസർ കൊടുത്തുകൊണ്ടിരുന്നു, ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രകാശം ഈ നനഞ്ഞ ഇലയിൽ വന്ന് പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. ദിലീപ് സോച്ച് രഹാദ, ദിലീപ് ചിന്തിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യക്ക് ബിനാഭി സംസാർ കിത്തന വ്യസ്ത ഒരു രോചക ഹെ. ഇല്ലേ, മനുഷ്യരെ കൂടാതെയും ഈ ലോകം എത്ര തിരക്കുള്ളതും മനോഹരവുമാണ്. കിത്തന വ്യസ്തവർ രോചക ഹെ, എത്ര തിരക്കുള്ളതും മനോഹരവുമാണ് ഈ ലോകം മനുഷ്യരില്ലെങ്കിലും. കുച്ച് കദം ആകെ ബിടനെ പർ, കുറച്ച് ചുവടുകൾ മുന്നോട്ട് വെച്ചിട്ട് സടക്ക് കിനാരെ നീമ്പൂക്കെ വൃക്ഷോങ്കി ഛായാമേം, റോഡരികില് നീമ്പൂക്ക്, നീമ്പു എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ, ചെറുനാരങ്ങയുടെ വൃക്ഷത്തിൻ്റെ ഛായാമേൻ, തണലില് കൊയ് ശ്വേത് സി ചീസ് ദിഖായി ദേ, എന്തോ വെളുത്ത ഒരു സാധനം കണ്ടു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ദിലീപ് എന്താണ്, റോഡരികിലെ ചെറുനാരങ്ങയുടെ വൃക്ഷത്തിൻ്റെ നിഴലിൽ ഒരു വെളുത്ത ഏതോ ഒരു വസ്തുവിനെ കണ്ടു. കുച്ച് ഔർ ബടനേപ്പർ, കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മാലും ഹുവ, മനസ്സിലായി, കൊയ് ചോട്ടാസാൽ എടുക്ക, ഒരു ചെറിയ ആൺകുട്ടി, സഫേദ് കുർത്ത പൈജാമ പഹനെ, വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, ഏക്ക് ധാലി സാമനെ രഖേ, ഒരു സഞ്ചിയൊക്കെ മുന്നിൽ വെച്ച്, കുച്ച് ബേച്ച് രഹാഹെ, എന്തോ വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ ആ വെള്ള വസ്തു എന്തുവാന്ന് മനസ്സിലായി, ഒരു ചെറിയ കുട്ടിയാണ്. അവൻ എന്താ ചെയ്യുന്നത്? വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവൻ ഒരു ചെറിയ സഞ്ചിയൊക്കെ മുന്നിൽ വെച്ച് എന്തോ വിൽക്കുകയാണ്. ബച്ചുപ്പൻ മേം ഗലി മുഹല്ലേക്ക് ലഡ്കോം കെ സാത്ത്, കുട്ടിക്കാലത്ത് താൻ തൻ്റെ ഗലി എന്ന് പറഞ്ഞ തെരുവ്, തൻ്റെ തെരുവ് അല്ല പ്രദേശത്തെ കുട്ടികളുമായിട്ട്, ലഡ്കോം കെ സാത്ത് കുട്ടികളുമായിട്ട്, ഉസ്നെ അക്സർ അവൻ മിക്കപ്പോഴും കോംചേ വാലേസെ, കോംചേ വാലെ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് കോംചേ വാലെ. അവരിൽ നിന്നും സൗദ ഖരീദ് കർ ഖായാദ, ആഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാരിൽ നിന്നും കഴിക്കുന്ന ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു ദിലീപ് തൻ്റെ കുട്ടിക്കാലത്ത്. അബ് വഹീൻ ബാത്തോങ്കോ ഭൂൽ ചുഗാദ, എന്നാൽ ഇപ്പോൾ അവൻ ആ കാര്യങ്ങളൊക്കെ മറന്നു കഴിഞ്ഞിരുന്നു. പരന്തു, എന്നാൽ ഈ സർദിയമേയും, ഈ തണുപ്പത്ത്, സുൻസാൻ സടക്ക് പർ, ഈ വിജനമായ ആളില്ലാത്ത വിജനമായ സടക്ക് പർ, റോഡില്, ജഹാൻ കോയി ആനെ ജാനേ വാലെ നഹീം, ആരാണോ വരാനും പോകുവാനും ഇല്ലാത്തത്, ഏ കോംചാ ബേസ്നെ വാല കൈസേ ബാട്ടാ ഹെ, ഈ സാധനങ്ങൾ വിൽക്കാനിരിക്കുന്ന ഈ പയ്യൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അതായിരുന്നു ദിലീപിൻ്റെ സംശയം. ആരുമില്ല, വിജനമായ സ്ഥലമാണ്. അപ്പോൾ ഈ വിജനമായ സ്ഥലത്ത് ഈ രാത്രി സമയത്ത് ഈ കുട്ടി എന്തിനാ ഇവിടെ ഇത് വിൽക്കാനിരിക്കുന്നത് എന്നൊരു ചിന്ത ദിലീപിൻ്റെ മനസ്സിലേക്ക് വന്നു. കോംചേ വാലേക്ക് ക്ഷുദ്ര ശരീർ, ഈ വിൽക്കുന്ന ഈ കുട്ടിയുടെ ക്ഷുദ്ര ശരീര്, ചെറിയ ശരീരം, ഇളം ശരീരം, അവർ ആയു, അവൻ്റെ പ്രായം, നേഭി, ഇതൊക്കെ ഉസ്കാ ധ്യാൻ ആകർഷിക്കുക, അവൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ ആ ചെറിയ ശരീരവും അവൻ്റെ പ്രായമൊക്കെ ഇദ്ദേഹത്തെ ആകർഷിച്ചു. ഉസ്നെ ദേക്ക, അദ്ദേഹം നോക്കി. രാത്ത് മെയ് സൗദ ബേസ്നെ നികൽനെ വാലെ, രാത്രിയിൽ ഈ ആഹാരങ്ങൾ വിൽക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഈ സൗദാഗാർക്കെ പാസ്, ഈ കച്ചവടക്കാരൻ്റെ അടുക്കൽ, മിട്ടിക്കെ തേൽക്ക്, മിട്ടിക്കെ തേൽ എണ്ണ, മിട്ടി മണ്ണ്, മിട്ടിക്ക് തേൽ മണ്ണെണ്ണയാണ്, മിട്ടിക്ക് തേൽക്ക് ടിബരി തക്ക് നഹി, ടിബരി വിളക്ക്, മണ്ണെണ്ണയുടെ ഒരു വിളക്ക് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രാത്രിയിൽ കച്ചവടം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഈ കുട്ടിയുടെ മുന്നിൽ മണ്ണെണ്ണ വിളക്ക് പോലും ഉണ്ടായിരുന്നില്ല. സമീപാക്കർ ഉസ്നെ ദേക്ക, സമീപത്ത് വന്ന് അദ്ദേഹം നോക്കി, ദിലീപ് നോക്കി. വലെടുക്ക സർദ് ഹവാമേം, ആ കുട്ടി ഈ തണുത്ത കാറ്റിൽ, സർദ് ഹവാമേം, തണുത്ത കാറ്റിൽ, സിഗുഡുക്കർ ബൈഠാധ, അതായത് അങ്ങനെ ചുളുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു, അതായത് കുളിരുന്നുണ്ടായിരുന്നു, അവന് തണുക്കുന്നുണ്ടായിരുന്നു. ദിലീപ് കെ സമീപ് ആനേപ്പർ, ദിലീപ് അടുക്കലേക്ക് വന്നപ്പോൾ, ഉസ്നെ ആശാക്കിയേക്ക് നിഗാഹ്, അവൻ ഒരു ആഗ്രഹത്തോടെയുള്ള ഒരു നോട്ടം, നിഗാഹ് നോട്ടം, ഉസ്കി ഓർ ഡാലി, അവനിലേക്കിട്ടു. അവർ ഫിർ ആംഖിയും ചുകാലി, എന്നിട്ട് കണ്ണുകൾ താത്തി കുനിഞ്ഞിരുന്നു. ചുകന എന്ന് പറഞ്ഞാൽ കുനിയുക എന്നാണ് അർത്ഥം. അതായത് ദിലീപ് വന്നപ്പോൾ വളരെ ആഗ്രഹത്തോടെ, ആശയോടെ ഒന്ന് നോക്കി, അവൻ തൻ്റെ സാധനങ്ങൾ മേടിക്കുമോ എന്ന രീതിയിൽ നോക്കി, പിന്നെ കുനിഞ്ഞിരുന്നു. ദിലീപിനെ ഔർ ധ്യാൻ സേ ദേക്ക, ദിലീപ് പിന്നെയും ശ്രദ്ധയോടെ നോക്കി. ലഡ്കേക്ക് മുഖപ്പർ, ആ ആൺകുട്ടിയുടെ മുഖത്ത്, ഖോംചാ ബേസ്നെ വാലോം കീസി ചതുരത നഥി, സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ആളുകളെ പോലെയുള്ള ഒരു ചതുരത, ഒരു കഴിവ്, ഒരു സാമർഥ്യം നഥി ഉണ്ടായിരുന്നില്ല. ബൽക്കി, എന്നാൽ ഉസ്കി ജഗഹധി, അതിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നു, അതിന് പകരമായിട്ട് ആ സ്ഥലത്ത് എന്തായിരുന്നു ഉള്ളത്? ഏക്ക് കാതരത, ഒരു ഭയമായിരുന്നു, ഒരു വ്യാകുലതയായിരുന്നു, ഒരു ദുഃഖമായിരുന്നു.
അപ്പോൾ സാധാരണ സാധനങ്ങൾ കൊണ്ടു നടക്കുന്ന വിൽക്കുന്ന ആളുകളുടെ ഒരു കഴിവോ ഒരു സാമർഥ്യമോ ഈ കുട്ടിയിൽ ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ മുഖത്ത് ഒരു ഭയമായിരുന്നു ഉണ്ടായിരുന്നേ. ഉസ്കി ധാലി ഭി, അവൻ്റെ ആ സഞ്ചിയും കോംചേക്ക ധാൽ ന ഹോക്കർ, ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കാൻ പറ്റിയ ഒരു സഞ്ചി ആയിരുന്നില്ല. ഖരേലു വ്യവഹാർക്കി, അതായത് വീട്ടിൽ പെരുമാറുന്ന, വീട്ടിൽ ഉപയോഗിക്കുന്ന, ഖരേലു വ്യവഹാർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏക്ക് മാമൂലി ഹൽക്കി മുരാദാബാദി ധാലിദേ, ഒരു സാധാരണ വൃത്തത്തിലുള്ള ഒരു ധാലിയായിരുന്നു, പാത്രമായിരുന്നു, അല്ലെ സഞ്ചിയായിരുന്നു, പാത്രമായിരുന്നു. തരാജുഭീനത, തരാജു എന്ന ത്രാസ് ഉണ്ടായിരുന്നില്ല. थाली में कागज के 8 टुकड़ों पर पकौड़ों का बराबर बराबर टेरियां लगाकर रख दी गई थी. थाली ആ थाലിയിൽ, ആ സഞ്ചിയിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൽ കാഗസ് കെ, കടലാസ് കൊണ്ടുള്ള 8 ടുക്കുടോം പർ, 8 കഷ്ണങ്ങൾ, 8 ഭാഗങ്ങൾ, പക്കൗഡോങ്കോ ബരാബർ ബരാബർ, പക്കൗഡോ ഒരു ഭക്ഷണ പദാർത്ഥമാണ്, അത് ബരാബർ ബരാബർ തുല്യമായിട്ട് ടേരിയ ലഗാക്കർ പൊതിഞ്ഞ് രഘുദീഗീതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വിൽക്കുന്ന ആ പാത്രത്തിൽ കടലാസ് കൊണ്ട് പൊതിഞ്ഞ 8 കഷ്ണങ്ങൾ എന്താ പക്കൗഡ അല്ലെ ആ പലഹാരം തുല്യമായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ദിലീപിനെ സോച്ച, ദിലീപ് ചിന്തിച്ചു, ഇസ് ഡണ്ടി രാത്തുമേം, ഈ തണുത്ത രാത്രിയിൽ, ഹമീ 2 വ്യക്തി ബാഹർ ഹേ, ഞങ്ങൾ 2 വ്യക്തികൾ പുറത്തുണ്ട്. കോൻ കോൻ ഹേ വേ, ദിലീപ് ഔർ കോംചെ ബെസ്നേവാല, ദിലീപും ആ സാധനം വിൽക്കുന്ന വ്യക്തി, മീൻസ് അത് ചോട്ടാലെടുക്ക ആ ചെറിയ ആൺകുട്ടിയും. ഉസ്കെ പാസ് ജാക്കർ ഠിട ഗയ, അവൻ ദിലീപ് ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് സ്തംഭിച്ചു പോയി. മനുഷ്യമേ കിത്തന ഭേദ ഹോത്താ ഹേ, മനുഷ്യർ തമ്മിൽ എത്ര ഭേദം, മീൻസ് ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്, മനുഷ്യർ തമ്മിൽ എത്രയോ വ്യത്യാസങ്ങൾ മനുഷ്യർ തമ്മിൽ, അതായത് അവരുടെ ജീവിതങ്ങൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസമുള്ള ആൾക്കാരാണുള്ളത്. പരന്തു, എന്നാൽ മനുഷ്യത്ത് ഏക് ചീസ് ഹേ, മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു സാധനമുണ്ട്. ജോ കഭി കഭി ഭേദ് കി സബ് ദീവാരോങ്കോ, അത് പലപ്പോഴും എല്ലാ ഭേദങ്ങളെയും, അതായത് എല്ലാ വ്യത്യാസങ്ങളുടെയും, സബ് ദീവാരോങ്കോ എല്ലാ ഭിത്തികളെയും, ലാംഘ് ജാത്താ ഹേ, അതായത് കടക്കും, ലംഘിക്കും. അതായത് മനുഷ്യർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ള മനുഷ്യരാണുള്ളത്. ജീവിതത്തിൽ ഉയർന്നവനും താഴ്ന്നവനെന്നും പാവപ്പെട്ടവനെന്നുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ മനുഷ്യരിലുണ്ട്. എന്നാൽ ഈ വ്യത്യാസങ്ങളെ എല്ലാം കടന്നു പോകുവാൻ ആർക്ക് സാധിക്കും? മനുഷ്യത്വം എന്ന ഒരു വികാരത്തിന് സാധിക്കും. ദിലീപ് കോ സമീപ് ഖടേ ഹോത്തെ ദേക്ക് ലഡ്കെ ने कहा, ദിലീപ് കോ സമീപ് ഖടേ ഹോത്തെ ദേക്ക് ലഡ്കെ ने कहा, ദിലീപ് സമീപത്തേക്ക് വന്ന് നിന്നത് കണ്ടപ്പോൾ ലഡ്കേനെ കഹ, ആ ആൺകുട്ടി പറഞ്ഞു. എന്ത് പറഞ്ഞു? അതായത് ഈ ദിലീപ് ആ ആൺകുട്ടിയുടെ അടുക്കിലേക്ക് വന്നു നിന്നപ്പോൾ ആൺകുട്ടി പറഞ്ഞു. എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ആൺകുട്ടി എന്തിനാണ് ഇവിടെ ഈ സാധനം വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത്? ഈ കൊച്ചുകുട്ടി ഈ രാത്രിയിൽ തണുപ്പത്ത് ഒറ്റയ്ക്ക് എന്തിന് ഈ സാധനങ്ങൾ വന്ന് വിൽക്കാനിരിക്കുന്നു? അവൻ്റെ ജീവിത സാഹചര്യം എന്തായിരിക്കും? അവൻ എന്തായിരിക്കും ദിലീപിനോട് പറഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഇത്രയും പഠിക്കുക. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പാഠം നന്നായിട്ട് വായിക്കുക. ഒരു 1-2 തവണയെങ്കിലും ഈ ക്ലാസ് കേട്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകൂ. യശ്പാൽ ഈ കഹാനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കുറേ വർണ്ണനകളൊക്കെ, പ്രകൃതി വർണ്ണനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ കഥ മനസ്സിലാകുകയുള്ളൂ, കണ്ടന്റ് മനസ്സിലാകുകയുള്ളൂ. കണ്ടന്റ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ ആൻസർ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ടഫായിട്ടുള്ള പുതിയ ന്യൂ വേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഈ കാര്യങ്ങളൊക്കെ വളരെ അധികം ശ്രദ്ധിക്കണം, എല്ലാവരും ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ओके, अगली कक्षा में हम फिर मिलेंगे. धन्यवाद.